കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അത് കഴിഞ്ഞ് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ടു തൊഴാം. അവിടെ വന്നാൽ വളരെ പ്രത്യേക ഒരു അനുഭൂതിയാണ്. കാരണം എന്താ വെച്ചാൽ അധികം തിരക്കും ഉണ്ടാവില്ല, നല്ല സുഖമായിട്ട് 4 വശത്തുനിന്ന് വേണമെങ്കിലും തൊഴാം. അങ്ങനെയാണ്. അപ്പോൾ അവിടെ വന്ന് തൊഴുത് മുട്ടൊക്കെ ഇറക്കാം. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ വന്ന് നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ ആ കൊമ്പുകൾ 2 കൊമ്പുകൾ അപ്പുറം ഇപ്പുറമായിട്ട് ഇങ്ങനെ കാണാം. അതിൻ്റെ നടുക്കുള്ള മഹാലക്ഷ്മി ദേവീനെയും കാണാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആ ഗോപുരവാതിലിൻ്റെ അതായത് ആ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടത് വശത്ത് മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. അതേപോലെ നല്ലൊരു കെടാവിളക്ക് അതിങ്ങനെ ചില്ലിൻ്റെ കൂട്ടിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ വലത് വശത്ത് ആദ്യത്തെ തൂണ് നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നിന്ന് കളഭം കൊണ്ടുള്ള ആ കാഴ്ച, ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കുറച്ച് വലിയ ആളായിട്ടാട്ടോ, നല്ല കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്. പിന്നെ അങ്ങനെ പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ പാളത്താറ് പോലെ. അന്ന് വലിയ ആൾ തന്നെയാണ്. അതിൻ്റെ മുകളിൽ അരമണി ഇങ്ങനെ കാണാണ്ട്, അരമണി കാണാണ്ട്, കിങ്ങിണി കാണാണ്ട്, പിന്നെ ചുവന്ന പൊട്ടിങ്ങനെ അരയിലിങ്ങനെ ചുറ്റിയിട്ടുണ്ട്. വേറെ അങ്ങനെ തോർത്തുകൊണ്ട് ചുറ്റിയ മാതിരി. ഇന്ന് ബലരാമസ്വാമിയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നല്ല വലിയ ആൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു വളയം പോലത്തെ മാലയുണ്ട്, പിന്നെ ഒരു പുലിനഖമാലയും ഒരു മുല്ലമൊട്ട് മാലയുണ്ട്. അതേപോലെ കൈവളകൾ കാണാണ്ട്. വലത്തെ കയ്യിൽ നോക്കുമ്പോൾ കലപ്പുണ്ട് ചോളത്ത് ഇങ്ങനെ വെച്ചിട്ട്. ഇടത്തെ കയ്യിൽ നോക്കുമ്പോൾ ഇടത്തെ കയ്യിൽ ഗത താഴത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ നല്ല രസമായിട്ട് കാണാണ്ട്. അപ്പോൾ 2 കാര്യങ്ങളുമുണ്ട്. തൻ്റെ 2 ആയുധങ്ങളും കയ്യിലുണ്ട്. കലപ്പയുണ്ട്, ഗതയുണ്ട്. ഇനിയിപ്പോൾ ബലരാമ ജയന്തി ആവാറായി. അക്ഷയ തൃതീയ നാളിലാണല്ലോ. അപ്പോൾ അതൊക്കെ ആവാറായി. അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് വിഷു അല്ലേ. അപ്പോൾ കർഷകരെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് ബലരാമസ്വാമിയായിട്ടാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കാഴ്ചയാണ്. അതേപോലെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ നല്ല കുറച്ചൊരു ഗൗരവമുള്ള പുഞ്ചിരിയാണ്. എന്താ വെച്ചാൽ വലിയ ആളായണല്ലോ. അപ്പോൾ എപ്പോഴും ചിരിച്ചും കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ചൊരു ഗൗരവത്തിലുള്ള പുഞ്ചിരി. അതേപോലെ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ കളഭം കൊണ്ട് തന്നെയാണ് ചാർത്തിയണത്. അപ്പോൾ പീലിയൊന്നുമല്ല, കളഭം കൊണ്ടുള്ള കിരീടം ചാർത്തിയിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. പിന്നെ തിരുമുടിമാല ഉണ്ട്. തിരുമുടിമാല 3 തിരുമുടിമാല ഉണ്ട്. തെച്ചിയും തുളസിയും വെളുത്ത പൂവൊക്കെ ആയിട്ടുള്ള മാതിരി അങ്ങനെ 3 എണ്ണം ഉണ്ട്. അതേപോലെ ഉണ്ടമാല 1 എണ്ണമാണ്. അതെങ്ങനെ വെച്ചാൽ തുളസിയുണ്ട്, തെച്ചിയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ വനമാല പോലെ എന്ന് പറയാനില്ല, ഇടയ്ക്ക് വെളുത്ത പൂവുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ് ബലരാമസ്വാമിയായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ വന്ന് നിൽക്കുകയാണ്. വന്ന് നിന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നറിയാം. അങ്ങനെ നമുക്ക് തൊഴാം. കാരണം മനസ്സുകൊണ്ട് വരുമ്പോൾ എത്ര ആളുണ്ടെങ്കിലും നമ്മൾക്ക് കാണാനുള്ളത് നമ്മളെക്ക് തന്നെ കാണാം. അപ്പോൾ നമ്മളെ മാത്രം അനുഗ്രഹിക്കുന്ന തരത്തിൽ നമുക്ക് ചിന്തിച്ചാൽ അങ്ങനെയാവാം. എല്ലാവരും അനുഗ്രഹിക്കുക വെച്ചാൽ അങ്ങനെയാവാം. കാരണം തിരക്കൊന്നും ഇല്ലാതെ നമ്മൾ പോയിട്ട് നിന്ന് തൊഴുകയാണ്. അപ്പോൾ അങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ അത് നടക്കണമെങ്കിൽ ഗുരുവായൂരപ്പൻ തന്നെ വേണം. കാരണം അവിടെ തിരക്കില്ലാത്തൊരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. എന്നാലും നമ്മുടെ മനസ്സാകുന്ന ഗുരുവായൂരപ്പൻ്റെ നൈവേദ്യത്തിന് അത്രമാത്രം തിരക്കൊന്നുമില്ലാതെ കാണിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പന് കഴിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ ബലരാമസ്വാമിയായിട്ട് നിൽക്കുന്ന ഉണ്ണിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ തൊഴുത് ഇറങ്ങി നേരെ വരുന്നത് അഗ്നികോണിലുള്ള ബലിക്കല്ലും
അതേപോലെ ഭഗവാനെ നേദ്യം തയ്യാറാക്കുന്ന തിടപ്പള്ളി, അതേപോലെ തന്നെ അങ്ങനെ തിരിഞ്ഞ് വന്നിരുമ്പോൾ വലിയ ഭണ്ഡാരത്തിൻ്റെ മുകളിൽ ആലിലക്കണ്ണനായി കിടക്കുന്നത് കാണാം. അതേപോലെ സപ്തമാതാക്കളെയും കണ്ട് തൊഴുത് നേരെ ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അരയ്ക്ക് നോക്കി സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോരുമ്പോൾ നേരെ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴാം. മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് ആനന്ദശായിയായ ആനന്ദപത്മനാഭനെ കണ്ട് തൊഴാം. അവിടെ മാലകളൊക്കെ ഉണ്ട്. വെളുത്ത മാലയുണ്ട്, താമരപ്പൂവിൻ്റെ മാലകളുണ്ട്, ചുവന്ന തെച്ചിപ്പൂവിൻ്റെ മാലകളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകു വശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ നരസിംഹസ്വാമീനെ കാണാം. അത് കണ്ട് തൊഴാം. പിന്നീട് ഇങ്ങനെ വരുമ്പോൾ ഭാർഗവരാമനെയും ബലരാമനെയും അതേപോലെ ശ്രീരാമചന്ദ്രനെയും അതേപോലെ ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നെ മുരുകനെയും കണ്ട് തൊഴുത് നേരെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒന്ന് കുറച്ച് കുങ്കുമമുണ്ട്, കൂവളമാലയൊക്കെ ഉണ്ട് കേട്ടോ, ഒരു തെച്ചിയുടെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാഗ്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് അവിടുന്ന് വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് താമരക്കണ്ണനെയും കണ്ട് തൊഴുത് പിന്നെ കിഴക്ക് വശത്ത് മുകളിലേക്ക് നോക്കിയ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ മണിക്കിണറും അതേപോലെ ഭഗവാന്റെ നൃത്താറിയും കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ കുറൂരമ്മയും മേൽപ്പത്തൂരിനെയും വസുദേവരെയും നാരദരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിന് അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ കണ്ട് തൊഴുക. മനസ്സിൽ പ്രാർത്ഥിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യാം. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുത് ബലരാമസ്വാമി കണ്ട് തൊഴുത് അങ്ങനെ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് പ്രാർത്ഥിക്കാം. പിന്നീട് അങ്ങനെ അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് നേരെ പടിഞ്ഞാറ നടയിൽ വരുമ്പോൾ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വരിക. പുറത്ത് വന്ന് നേരെ രുദ്രതീർത്ഥക്കുളത്തെ പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ ആ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നാരായണാലയത്തിൽ കയറിയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. അതിനുശേഷം ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് ഭഗവാനെ വീണ്ടും കണ്ട് തൊഴുത് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയും സ്മരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.